ഉദ്യോഗസ്ഥ സംഘത്തിനെതിരായ ആക്രമണത്തിൽ ഉന്നത CPM നേതാക്കൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലായിരുന്നു ആക്രമണമെന്നും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയ തടസ്സ ഹർജിയിൽ ED വ്യക്തമാക്കുന്നു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെ കാര്യങ്ങളാണ് ED ആരോപിക്കുന്നത്? ഉന്മേഷ, റെയ്ഡ് കഴിഞ്ഞു മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ഇന്നാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ED തടസ്സ ഹർജി നൽകുന്നത്. പ്രതികളുടെ ജാമ്യാപേക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നത് അടുത്ത മാസം 3 മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഈ തടസ്സ ഹർജിയിൽ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ED ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ CPM നടത്തിയത് ആഴത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. പ്രാദേശികമായ ക്രമസമാധാന പ്രശ്നമല്ല നടന്നത്. നിയമവാഴ്ചയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. CPM പാർട്ടിയോ നേതൃത്വമോ നിലവിൽ ഈ കേസിന്റെ അന്വേഷണ പരിധിയിലല്ല. ഈ മാസപ്പടി കേസിൽ പ്രതിയായിട്ടുള്ള T വീണ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ആക്രമണത്തിനായി ആസൂത്രണ ശ്രമം നടന്നുവെന്ന ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണെന്നും ED പറയുന്നുണ്ട്. റോഡിന്റെ പല ഭാഗങ്ങളിലും ആയുധവുമായിട്ടാണ് പ്രവർത്തകർ നിന്നിരുന്നത്. പോലീസ് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഉദ്യോഗസ്ഥർ വധിക്കപ്പെടുമായിരുന്നു. CPMന്റെ ഉന്നത നേതൃത്വത്തിന് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും സാഹചര്യ തെളിവുകൾ അത് വ്യക്തമാണെന്നും ED ആരോപിക്കുന്നുണ്ട്. കൂടാതെ CPM സംസ്ഥാന സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരുടെ മുന്നിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ അവിടെ നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങളായിരുന്നു അണികൾക്കുള്ള സിഗ്നൽ. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ നേതാക്കൾ പ്രേരിപ്പിച്ചുവെന്നും ഈ തടസ്സ ഹർജിയിൽ ED ആരോപിക്കുന്നുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.